ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് ബ്രൂണറുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് പോകാം. കേട്ടിട്ട് പരീക്ഷയ്ക്ക് ബ്രൂണറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്, ആ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇപ്പം നമ്മൾ വൈജ്ഞാനിക വികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിയാഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനി ബ്രൂണറുമായി ബന്ധപ്പെട്ടിട്ട് വൈജ്ഞാനിക വികാസം എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ജെറോം ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനം എന്നത് കുട്ടി അറിവ് നേടുക, വിവരങ്ങൾ മനസ്സിലാക്കുക, ക്രമീകരിക്കുക, പ്രതിനിധീകരിക്കുക, പുതിയ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക, ഇതൊക്കെയാണ് എന്ത് വൈജ്ഞാനിക വികാസം. കുട്ടി അറിവ് നേടി, വിവരങ്ങളൊക്കെ മനസ്സിലാക്കി, ക്രമീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് വൈജ്ഞാനിക വികാസം. കുട്ടി വളരുന്നതിനനുസരിച്ച് അറിവ് എങ്ങനെ നേടുന്നു, അറിവിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതെങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നതിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ബ്രൂണർ വൈജ്ഞാനിക വികാസമായിട്ട് പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ജെറോമിസ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഇവിടെ കുഞ്ഞ് തൻ്റെ അറിവ് പ്രവൃത്തിയിലൂടെ പ്രകാശിപ്പിക്കുകയാണ്. ഒരാളുടെ ചിന്താഗതി രൂപപ്പെടുന്നത് പക്വനം, പരിശീലനം, അനുഭവങ്ങൾ എന്നിവയിലൂടെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ആശയരൂപീകരണം സാധ്യമാകുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രവർത്തന ഘട്ടം, ഇനാക്റ്റീവ് സ്റ്റേജ്, ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്, പ്രതീകാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 3 ഘട്ടങ്ങളെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രൂണറുടെ കാഴ്ചപ്പാടില് കുട്ടി അറിവ് വെറുതെ സ്വീകരിക്കുന്ന ഒരാളല്ല. കുട്ടി സ്വന്തം അനുഭവങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രവർത്തിച്ച് സജീവമായ അറിവ് നിർമ്മിക്കുന്ന പഠിതാവാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് എന്നുള്ള രീതിയിൽ 3 ഘട്ടങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ ആശയരൂപീകരണ ഘട്ടങ്ങൾ, കോൺസെപ്റ്റ് ഫോർമേഷൻ, ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ കുട്ടി അനുഭവങ്ങളിൽ നിന്ന് പൊതുവായ ആശയങ്ങളിലേക്ക് എത്തുന്ന 3 ഘട്ടങ്ങളുണ്ട്. 3 ഘട്ടങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇനാക്റ്റീവ് സ്റ്റേജ്. പേര് പോലെ തന്നെ ഈ ഘട്ടത്തില് ചിന്തകൾക്ക് ഭാഷ എന്നൊന്നില്ല, അല്ലെ? ചിന്തകളെ ഭാഷയിലൂടെയും മറ്റ് പ്രതീകങ്ങളിലൂടെയും പ്രകാശിപ്പിക്കാൻ കുട്ടി അശക്തനാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കണം, അല്ലെ? ഇവിടെ എന്താണ്, കുട്ടിക്ക് ഭാഷയില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയായിരിക്കും കുട്ടി ഓരോരോ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. എങ്ങനെയാ? ഇപ്പൊ കുട്ടിക്ക് സങ്കടമാണെങ്കിൽ അത് മുഖത്ത് പ്രതിഫലിപ്പിക്കും. കുട്ടി അമ്മ അടുത്തേക്ക് വരണമെങ്കിൽ കുട്ടി കൈ ഉപയോഗിച്ചിട്ട് അമ്മയെ വിളിക്കും. വിരൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസിലൂടെയും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് പ്രവർത്തന ഘട്ടത്തിൽ. അപ്പൊ ഒരു കുട്ടി വസ്തുവിനെയോ ആശയത്തെയോ നേരിട്ടുള്ള പ്രവൃത്തിയിലൂടെയോ അനുഭവത്തിലൂടെയോ മനസ്സിലാക്കുന്നു. ഇപ്പൊ കുട്ടിക്ക് ഒരു പന്ത് വേണം, അപ്പൊ ആ കുട്ടി കൈകൊണ്ട് അതിന് സംസാരിച്ച് അത് അമ്മയോട് പറയാനുള്ള ഒരു ഇതായിട്ടില്ല. അതൊരു ഉദാഹരണമാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? കൈ ഉപയോഗിച്ചിട്ട് അവന്റെ ശാരീരിക പ്രവൃത്തിയിലൂടെയായിരിക്കും അനുഭവങ്ങൾ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത്. കുട്ടിക്ക് പന്തെന്ന ആശയം പഠിപ്പിക്കുമ്പോൾ, മറ്റൊരു ഉദാഹരണം പഠിപ്പിക്കുമ്പോൾ കുട്ടി പന്ത് കയ്യിലെടുക്കുകയും തട്ടുകയും എറിയുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളിലൂടെ പന്തിനെ കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഇത്രയേ ഉള്ളൂ. പ്രവൃത്തിയാണ് അവിടെ വരുന്നത്. പ്രവർത്തന ഘട്ടത്തിൽ പ്രവൃത്തിയിലൂടെ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അതാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രവർത്തന ഘട്ടം. ഇനി നെക്സ്റ്റ് ആണ് ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. നെക്സ്റ്റ് ആണ് ബിംബനഘട്ടം എന്ന് പറയുന്നത്. ബിംബനഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. കുട്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടി കയ്യിൽ കിട്ടിയ കരിക്കട്ടയും മറ്റും ഉപയോഗിച്ച് ചുവരിലോ മറ്റ് പ്രതലങ്ങളിലോ പലതരം രൂപങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കുട്ടിയുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരമാണിതല്ലേ? കുട്ടി മനോചിത്രങ്ങൾ രൂപീകരിക്കുന്ന ഘട്ടമാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നു, അല്ലെ? അവൻ മനസ്സിൽ കണ്ട കാര്യങ്ങളെ ചിത്രങ്ങളിലൂടെ അവൻ അത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ചിത്രങ്ങളിലൂടെ പഠിപ്പിക്കുന്നതും ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കിപ്പിക്കുന്നതും ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഒരു കുട്ടിക്ക് ഒരു കോൺസെപ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചിത്രത്തിലൂടെയാണ്. അവനപ്പ ഭാഷയിലൂടെ അത് മനസ്സിലാക്കി പ്രകടിപ്പിക്കാൻ ഒന്നും ആയിട്ടില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ഉള്ളിലെ അനുഭവങ്ങളെ അവൻ ചിത്രീകരിക്കുന്നു, മനോചിത്രമാക്കി മാറ്റുന്നു. ഇപ്പൊ പുറത്ത് കണ്ടൊരു കാഴ്ച അല്ലെങ്കിൽ ഇപ്പൊ ഒരു മയിലിനെ കണ്ടത് അവനത് അവന്റെ മനോചിത്രത്തിൽ രൂപീകരിക്കുന്നതാണ്, ആ ചുവരിൽ പകർത്തുന്നത്. അതാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. എന്താണ്?
കുട്ടി മനോചിത്രം ആവിഷ്കരിക്കുന്നത്, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും, കുട്ടി മനോചിത്രം ആവിഷ്കരിക്കുന്നത് ബ്രൂണറിന്റെ കാഴ്ചപ്പാടിൽ ഏത് ഘട്ടമാണെന്ന് ചോദിക്കും. അത് എന്താണ്, ബിംബന ഘട്ടമാണ്, ഐക്കോണിക് സ്റ്റേജ് ആണ്. കുട്ടി അതേ വസ്തുവിനെയോ ആശയത്തെയോ ചിത്രം, രൂപം, ദൃശ്യപ്രതിനിധാനം എന്നിവയിലൂടെ തിരിച്ചറിയുന്നതാണ്. അപ്പോ കുട്ടി ഒരു പന്ത് കണ്ടു, ആ പന്തിനെ കുട്ടി മനോചിത്രമാക്കി മാറ്റി അത് ചുവരിൽ പകർത്തി, അല്ലെങ്കിൽ യഥാർത്ഥ പന്ത് കാണിക്കാതെ പന്തിന്റെ ചിത്രം കാണിച്ചാൽ കുട്ടി അത് പന്താണെന്ന് തിരിച്ചറിയുന്നതും ചിത്രത്തിലൂടെ ആശയങ്ങൾ വ്യക്തമാക്കുന്നതും ഐക്കോണിക് സ്റ്റേജിലാണ്. ഓക്കെ, ബിംബന ഘട്ടം. ഇനി നെക്സ്റ്റ് ആണ് പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തേക്കണേ? തന്റെ വീട്ടുവളപ്പിൽ കണ്ട മയിലിനെ കുറിച്ച് വിവരിക്കുന്ന കുട്ടി ആശയപ്രകാശത്തിന് ഉപയോഗിക്കുന്നത് ഭാഷ എന്ന പ്രതീകമാണ്. ഈ ഘട്ടത്തിൽ കുട്ടിക്ക് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവുണ്ടായിരിക്കും. ഭാഷാ വികസനമാണ് ഈ ഘട്ടത്തിലേക്ക് കുട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക വികാസത്തിന്റെ ഉയർന്ന ഘട്ടമാണ്. ഭാഷയിലൂടെ അല്ലെ, വേർഡ്സ് ഓർ സിംബൽസ് യൂസ് ചെയ്ത് കുട്ടി ആശയങ്ങൾ മനസ്സിലാക്കുന്നു. മയില് എന്ന് പറയുന്ന ഒരു ഉദാഹരണം അവിടെ കൊടുത്തു എന്നുള്ളൂ. താൻ വീട്ടുവളപ്പിൽ ഒരു മയിലിനെ കണ്ടു, അത് കുട്ടി ഭാഷയിലൂടെ അവതരിപ്പിക്കുകയാണ്. അനുഭവങ്ങള് ആദ്യം പ്രവൃത്തിയിലൂടെ അനുഭവങ്ങള് അവന്റെ ആശയങ്ങൾ, അനുഭവങ്ങളെല്ലാം അവതരിപ്പിച്ചു. അതിനുശേഷം അവൻ മനോചിത്രം രൂപീകരിച്ചു, ചിത്രങ്ങളിലൂടെ അവതരിപ്പിച്ചു, ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കിയെടുത്തു. അതിനുശേഷം ഭാഷ എന്ന ഒരു മാനദണ്ഡം ഉപയോഗപ്പെടുത്തി ഭാഷ, വേർഡ്സ് പ്ലസ് സിംബൽസ് യൂസ് ചെയ്യാണ് കുട്ടി. അപ്പൊ കുട്ടി കണ്ട അനുഭവത്തെ, കാഴ്ചയെ ഭാഷയിലൂടെ വിവരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ ഭാഷയിലൂടെ പറഞ്ഞു കൊടുത്താലും അവനത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടം ഏറ്റവും ഉയർന്ന ഘട്ടമാണ് എന്ത്, പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, വാക്ക്, ചിഹ്നം വഴിയൊക്കെ ആശയം പ്രകടമാക്കുക, മനസ്സിലാക്കുക. അപ്പോ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നിങ്ങനെ 3 തരത്തിൽ അദ്ദേഹം ആശയ രൂപീകരണം സാധ്യമാക്കുന്നു, അല്ലെങ്കിൽ ആശയ രൂപീകരണം നടക്കുന്നത് 3 ഘട്ടത്തിലൂടെയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ 3 ഘട്ടങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ചാക്രീകാരോഹണ രീതിയിലേക്ക് പോകുന്നത്. സ്പൈറൽ മെത്തേഡ്, സ്പൈറൽ കരിക്കുലം എന്നൊക്കെ പറയും. എന്താണ് ചാക്രീകാരോഹണ രീതി എന്ന് പറയുന്നത്? ഒരാശയം ഒരിക്കൽ മാത്രം പഠിപ്പിച്ച് അവസാനിപ്പിക്കാതെ അതേ ആശയത്തിലേക്ക് കുട്ടിയുടെ പഠന നിലവാരത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും തിരിച്ചെത്തുകയും ഓരോ തവണയും കൂടുതൽ ആഴത്തിലും സങ്കീർണതയിലും പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ചാക്രീകാരോഹണ രീതി എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 2ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയായിരിക്കും 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. വെച്ചാൽ ഒരു വിഷയം അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വിഷയത്തെ അങ്ങ് അവസാനിപ്പിക്കാതെ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു ഇതുണ്ട് അല്ലെ, ഒരു കഴിവുണ്ട്. അവന്റെ ചിന്ത അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്ന, അവൻ ആർജിക്കുന്ന കഴിവൊക്കെ അതിനൊരു മാനദണ്ഡമുണ്ട്. അതിനനുസരിച്ചാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ് 1ാം ക്ലാസ്സിൽ കൊടുക്കുന്നത്. അതിന്റെ ബാക്കി പത്രമായിരിക്കും അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരാശയം ഒരിക്കൽ മാത്രം പഠിപ്പിച്ച് അവസാനിപ്പിക്കാതെ അത് കൂടുതൽ ആഴത്തിലും അല്ലെങ്കിൽ തീവ്രതയിലും ഒക്കെ സങ്കീർണതയിലും ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത ഭാഗങ്ങളായിട്ട് പഠിച്ചു പോകുന്ന രീതിയാണ് ചാക്രീകാരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറൽ മെത്തേഡ് എന്ന് പറയുന്നത്. വീണ്ടും പഠിക്കൽ അല്ലെങ്കിൽ കൂടുതൽ ആഴം, കൂടുതൽ സങ്കീർണത, ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണം. ഇപ്പോൾ നമ്മൾ സസ്യത്തെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സസ്യത്തിന്റെ ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല, പൂവ് എന്നിവ പഠിപ്പിച്ചു. പിന്നീട് വേരിന്റെ പ്രവർത്തനം, തണ്ടിന്റെ പ്രവർത്തനം, ഇലയുടെ പ്രവർത്തനം എന്നിവ വിശദമായി പഠിച്ചു. അത് കഴിഞ്ഞ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പ്രകാശ സംശ്ലേഷണം, ജലത്തിന്റെ സഞ്ചാരം, സസ്യങ്ങളിലെ ആഹാര നിർമ്മാണം തുടങ്ങിയ കൂടുതൽ സങ്കീർണമായ ആശയങ്ങൾ പഠിക്കുന്നു. അതായത് ഒരേ അടിസ്ഥാന ആശയം ഓരോ ഘട്ടത്തിലും കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതാണ് ചാക്രീകാരോഹണ രീതി എന്ന് പറയുന്നത്, സ്പൈറൽ കരിക്കുലം. ഓക്കെ, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭിന്നസംഖ്യ പഠിക്കുകയാണ്. പകുതി, കാൽഭാഗം എന്ന ആശയമൊക്കെ ചിത്രങ്ങളിലൂടെ ആദ്യം പഠിപ്പിച്ചു. പിന്നീട് കാല്, അര എന്ന രീതിയിലേക്കും പിന്നീട് ഭിന്ന സംഖ്യകളുടെ കൂട്ടൽ, കുറയ്ക്കൽ എന്നിവയിലേക്ക് അല്ലെ, 1/2, 1/4 എന്ന രീതിയിൽ നിന്ന് പിന്നീട് ഭിന്നസംഖ്യകളുടെ കൂട്ടൽ, കുറയ്ക്കൽ, പിന്നെ ഉയർന്ന തലത്തിലേക്ക് ഭിന്നസംഖ്യകളുടെ കൂടുതൽ സങ്കീർണമായ പ്രയോഗങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് ചാക്രീകാരോഹണ രീതി. ഒരേ ആശയത്തിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങി വന്ന് ഓരോ തവണയും കൂടുതൽ ആഴത്തിലും സങ്കീർണതയിലും പഠിപ്പിക്കുന്ന രീതിയാണ്.
നെക്സ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്, ബ്രൂണറിന്റെ കണ്ടെത്തൽ പഠനം. അപ്പൊ നമ്മളോട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടെത്തൽ പഠനം ആരുടേതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൂണറിൻ്റെതാണ് കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്. ബ്രൂണറിന്റെ പഠന സിദ്ധാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശയമാണ് കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. എന്താണ് കണ്ടെത്തൽ പഠനം? അധ്യാപകൻ അറിവ് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുട്ടിക്ക് നിരീക്ഷിക്കാനും അന്വേഷിക്കാനും പരീക്ഷിക്കാനും ചിന്തിക്കാനും അവസരം നൽകുകയും അതിലൂടെ കുട്ടി സ്വയം അറിവിലേക്കോ നിഗമനത്തിലേക്കോ എത്തുകയും ചെയ്യുന്ന ഒരു പഠന രീതിയാണ് കണ്ടെത്തൽ പഠനം. അവിടെ അധ്യാപകൻ സ്കഫോൾഡിങ്ങിന്റെ കാര്യം നമ്മൾ വൈക്കോട്സ്കിയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഇസഡ്പിഡിയുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്കഫോൾഡിംഗ് എന്ന ആശയം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് ആദ്യമായി ഉപയോഗിച്ച് വളരെ പ്രചാരത്തിലെത്തിച്ച ഒരു വ്യക്തി ബ്രൂണറാണ്. ബ്രൂണറാണ്. അപ്പോൾ ഇവിടെ അധ്യാപകൻ അറിവ് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിരീക്ഷിക്കുക, അന്വേഷിക്കുക, പരീക്ഷിക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് ചിന്തിക്കാനും അത് പ്രതിഫലിപ്പിക്കാനുള്ള അവസരം നൽകിയിട്ട് കുട്ടി എന്ത് രീതിയിൽ അത് നിഗമനത്തിലെത്തുന്നു, ഏത് രീതിയിൽ പ്രയോഗിക്കുന്നു എന്നതാണ് ഇവിടെ കണ്ടെത്തൽ. കുട്ടിയാണ് അവിടെ ഓരോ കാര്യങ്ങൾ സ്വന്തമായി കണ്ടെത്തുന്നത്. കുട്ടികളാണ് പ്രശ്നം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കുന്നു, അന്വേഷിക്കുന്നു, പിന്നീട് നിരീക്ഷിക്കുന്നു, പരീക്ഷിക്കുന്നു, കണ്ടെത്തൽ പ്രക്രിയയിലേക്ക് എത്തുന്നു, നിഗമനത്തിലെത്തുന്നു. ഇതാണ് ഇതിന്റെ ഒരു രീതി, ഇതിന്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എന്താണ്? പ്രശ്നം അനുഭവപ്പെടുക, പ്രശ്നം കണ്ടെത്തുന്നു ആയതാണ് നമ്മൾ, പിന്നീട് അതിലേക്ക് അന്വേഷണം നടത്തുന്നു, പിന്നീട് നിരീക്ഷിക്കുന്നു, പിന്നീട് പരീക്ഷിക്കുന്നു, കണ്ടെത്തുന്നു, നിഗമനത്തിലെത്തുന്നു എന്നീ സ്റ്റെപ്സിലാണ് ഈ ഒരു കണ്ടെത്തൽ പഠനം നടക്കുന്നത്. ഉദാഹരണം, അധ്യാപകൻ കുട്ടികളോട് ചെടിക്ക് വളരാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചു. അധ്യാപകൻ നേരിട്ട് ഉത്തരം പറയുന്നില്ല. എന്ത് ചെയ്യുന്നു? 2 ചെടികൾ കുട്ടികൾക്ക് നൽകുന്നു. ഒരു ചെടിക്ക് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു ചെടിക്ക് സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ സജ്ജീകരണം ചെയ്യുന്നു. മറ്റൊന്ന് പ്രകാശം ലഭിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ കുട്ടികൾ ദിവസങ്ങളോളം അവയെ നിരീക്ഷിക്കുകയും താരതമ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവസാനം കുട്ടി സ്വയം ഒരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമാണ് എന്ന നിഗമനത്തിൽ കുട്ടി എത്തുന്നു. ഇതാണ് ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത്. അപ്പൊ കണ്ടെത്തൽ പഠനത്തിന് അധ്യാപകന്റെ വലിയ പങ്ക് ആവശ്യമാണ് അല്ലെ. പഠന സാഹചര്യം ഒരുക്കുക, പ്രശ്നം അവതരിപ്പിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, ആവശ്യമായ സൂചനകൾ നൽകുക, കുട്ടിയെ കണ്ടെത്തലിലേക്ക് നയിക്കുക. ഇതൊക്കെ അധ്യാപകനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അധ്യാപകന്റെ പങ്കുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കുട്ടിയുടെ പങ്കെന്താ? സജീവമായി കുട്ടികൾ പങ്കെടുക്കുക, നിരീക്ഷിക്കണം, അന്വേഷിക്കണം, പരീക്ഷിക്കണം, ചിന്തിക്കണം, നിഗമനത്തിലെത്തണം. ഇതൊക്കെ കുട്ടിയുടെ പങ്കാണ്. അപ്പോൾ കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത് ബ്രൂണറിൻ്റെതാണ്. നെക്സ്റ്റ്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെങ്കിൽ ബ്രൂണറിന്റെ ആശയദാന മാതൃക. ആശയ രൂപീകരണ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, കണ്ടെത്തൽ പഠനം നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തതാണ് അദ്ദേഹത്തിന്റെ ആശയദാന മാതൃക. ബ്രൂണറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അധ്യാപന മാതൃകയാണ് ആശയദാന മാതൃക എന്ന് പറയുന്നത്. എന്താണ് ആശയദാന മാതൃക? ഒരാശയത്തിന്റെ പ്രധാന സവിശേഷതകൾ കുട്ടി സ്വയം കണ്ടെത്തുന്ന രീതിയിലുള്ള പഠന മാതൃകയാണ് ആശയദാന മാതൃക. ഇതിൽ അധ്യാപകൻ കുട്ടിക്ക് ശരിയായ ഉദാഹരണം, എക്സാമ്പിൾസ്, ശരിയല്ലാത്ത ഉദാഹരണങ്ങൾ, നോൺ എക്സാമ്പിൾസ് എന്നിവ നൽകുന്നു. അവയെ കുട്ടി നിരീക്ഷിച്ച് താരതമ്യം ചെയ്ത് വ്യത്യാസപ്പെടുത്തി അതിലൂടെ സവിശേഷതകൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അധ്യാപകൻ എക്സാമ്പിൾസ് പ്ലസ് നോൺ എക്സാമ്പിൾസ് കൊടുക്കുന്നു, കുട്ടി താരതമ്യം ചെയ്ത് പൊതു സവിശേഷത കണ്ടെത്തുന്നു. ഉദാഹരണമായിട്ട് അധ്യാപകൻ ബോർഡിൽ ചില രൂപങ്ങൾ കാണിക്കുന്നു. എക്സാമ്പിൾസ് ശരിയായ ഉദാഹരണങ്ങളും കൊടുക്കും, നോൺ എക്സാമ്പിൾസ് ശരിയല്ലാത്തതും കൊടുക്കും. അധ്യാപകൻ നേരിട്ട് പറയുന്നില്ല 3 വശങ്ങളുള്ള രൂപമാണ് ത്രികോണം എന്ന് പറയുമ്പോൾ ഇതൊരു എക്സാമ്പിൾസ് മാത്രമാണ് കേട്ടോ. കുട്ടികൾ ചോദിക്കുന്നു, ആദ്യത്തെ രൂപങ്ങളിൽ എന്താണ് പൊതുവായി കാണുന്നത്, രണ്ടാമത്തെ രൂപങ്ങളിൽ അതുണ്ടോ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്തരത്തിലുള്ള കുട്ടികൾ ചിന്തിക്കും. അപ്പൊ കുട്ടികൾ നിരീക്ഷിച്ചും താരതമ്യം ചെയ്ത് അവസാനം കണ്ടെത്തും 3 വശങ്ങളുള്ള അടഞ്ഞ രൂപമാണ് ത്രികോണം. ഇതാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് അല്ലെങ്കിൽ ആശയദാന മാതൃക എന്ന് പറയുന്നത്. പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുക,
സവിശേഷത കണ്ടെത്തുക, ആശയം പരിശോധിക്കുക, ആശയത്തിലെത്തുക എന്നതാണ് ആശയദാന മാതൃകയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അധ്യാപകൻ ഉദാഹരണങ്ങൾ നൽകുന്നു, കുട്ടികൾ അവ നിരീക്ഷിച്ച് പൊതു സവിശേഷത കണ്ടെത്തുന്നു, അതിനുശേഷം പുതിയ ഉദാഹരണങ്ങൾ നൽകി കുട്ടി കണ്ടെത്തിയ ആശയം ശരിയാണോ എന്ന് പരിശോധിക്കുന്നു. അത് കഴിഞ്ഞ് കുട്ടി ആശയത്തിന്റെ നിർണായക സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ആ ഒരു ആശയത്തെ രൂപപ്പെടുത്തി എടുക്കുന്നു. ഓക്കെ, അതാണ് ആശയദാന മാതൃക എന്ന് പറയുന്നത്. ആശയദാന മാതൃക, കണ്ടെത്തൽ പഠനം ഒക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ സ്കഫോൾഡിംഗ് പ്രധാനമായും വൈഗോട്സ്കിയുടെ ZPD-യുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതുമായി ബ്രൂണറിന് വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. ഓക്കെ, ZPD-യുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വൈഗോട്സ്കി സ്കഫോൾഡിംഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും വൈഗോട്സ്കി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെ, ബ്രൂണർ സ്കഫോൾഡിംഗ് എന്ന ആശയം വിദ്യാഭ്യാസ രംഗത്ത് വികസിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോ ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വൈഗോട്സ്കിയുടെ ആ ഒരു ആശയത്തിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും ഇതിനെ വിദ്യാഭ്യാസ രംഗത്ത് വികസിപ്പിച്ചതും പ്രയോഗിച്ചതും കൂടുതലും ഇത് വികസിപ്പിച്ച് പ്രയോഗിച്ചത് ബ്രൂണറാണ്. ഓക്കെ, സ്കഫോൾഡിന്റെ അടിസ്ഥാന ആശയം വൈഗോട്സ്കിയുടെ ZPD-യുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സ്കഫോൾഡിംഗ് എന്ന പദവും അതിന്റെ പഠന പ്രയോഗവും ബ്രൂണറുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് സ്കഫോൾഡിംഗ്? കുട്ടിക്ക് ഒരു പ്രവർത്തനം സ്വതന്ത്രമായി ചെയ്യാൻ കഴിയാത്തപ്പോൾ അധ്യാപകനോ അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള വ്യക്തിയോ ആവശ്യമായ താൽക്കാലിക സഹായം നൽകുന്നതാണ് എന്ത്? സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സ്കഫോൾഡർ ഒരു കൈത്താങ്ങായിട്ട് നിലനിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ബ്രൂണറിനെ കുറിച്ചിട്ടാണ് നോക്കിയത് അല്ലെ. ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കിയത്? ബ്രൂണറിന്റെ വൈജ്ഞാനിക വികാസം, അദ്ദേഹം എന്താണ് വൈജ്ഞാനിക വികാസത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ രൂപീകരണ ഘട്ടങ്ങൾ, ആശയ രൂപീകൃതമാകാൻ വേണ്ടിയിട്ട് 3 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെയാണ് ആശയം രൂപപ്പെടുന്നതെന്ന് പഠിച്ചിട്ട് നമ്മൾ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം പഠിച്ചു. അതിനുശേഷം കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് നോക്കി. പിന്നെ ആശയ രൂപീകരണത്തിന്റെ ഘട്ടങ്ങൾ, ആശയദാന മാതൃക, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇപ്പൊ ബ്രൂണറുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം ക്ലിയർ ചെയ്തു പോയൊരു ക്ലാസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് എന്തായാലും ഒരു സെഷൻ പോകാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്